എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗോഡസ് ബ്ലെസ് യു ഫ്രം ഡെത്ത് എന്ന് പറഞ്ഞൊരു തായ് BL ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഹൊറർ ഡ്രാമയാണ്. നല്ല സസ്പെൻസും ത്രില്ലറും ഒക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രാമയാണ്. ഇതിൻ്റെ 2 പാർട്ട് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ഈ ഡ്രാമയിലെ സെക്കൻഡ് ലീഡ് കപ്പിളാണ്. ഇവൻ ഇങ്ങനെ ഒട്ടും വയ്യാതിരിക്കുന്ന സമയത്ത് വാഷ്റൂം യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു ഗോസ്റ്റ് അവനെ അറ്റാക്ക് ചെയ്യാണ്. കാരണം അവൻ വളരെയധികം പാനിക് ആവുന്നുണ്ട്. അവൻ്റെ വായിൽ കൂടെ ഹെയറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അവൻ വളരെ പേടിയോടുകൂടി അത് വലിച്ചൂരി എടുക്കുന്നുണ്ട്. ആ സീനൊക്കെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടെ ഒരു തണുപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സീനൊക്കെ കാണുമ്പോൾ അത്രയും നല്ല രീതിയിൽ അവർ ആ സീന് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരാൾ വാഷ്റൂമിൽ കടന്നു വരുമ്പോഴാണ് അവൻ ഞെട്ടി എണീക്കുന്നതും. എന്നിട്ട് അവൻ വാഷ് ബേസിൽ നോക്കുമ്പോൾ അവിടെ ഹെയർ ഒന്നും കാണില്ല. ഇതൊക്കെ ഒരു ഹാലൂസിനേഷൻ പോലെ അവന് ഫീൽ ആവുന്നുണ്ട്. പക്ഷേ ശരിക്കും അത് നടന്നൊരു സംഭവമായിരുന്നു. അവനെ കൊല്ലാൻ വേണ്ടി ഒരു പ്രേതം ശ്രമിക്കുന്നുണ്ടായിരുന്നു പലതവണയായിട്ട്. അത് അവനും മനസ്സിലാവുന്നതുള്ളത് കൊണ്ടാണ് അവൻ ഒരുപാട് പാനിക്കായിട്ട് നിൽക്കുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ ഒരു സൈക്കോപാത്ത് അവനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ക്ലോറോഫോം കൊടുത്ത് അവനെ മയക്കി കിടത്തിയതിന് ശേഷം അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു റിച്വൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഓരോ ദിവസത്തിൽ ജനിച്ച ആൾക്കാരെയായിട്ട് ഇങ്ങനെ അവൻ കൊല്ലുന്നുണ്ട്. അങ്ങനെ ഇവൻ്റെ ദിവസം എത്തിയപ്പോഴത്തേക്കും ഇവനെയും കൊണ്ടുപോകുന്നുണ്ട്. ആ സൈക്കോപാത്തിൽ നിന്ന് ഇവൻ രക്ഷപ്പെടുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. അതുവരേക്കും വെയിറ്റ് ചെയ്യുക. താങ്ക്